ഇതാണ് മനുഷ്യൻ. കേരളം കണ്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ ഒരു ആശയത്തിന്റെ തണലിൽ, അതിന്റെ പ്രധാനപ്പെട്ട ഒരു സംഘമായിട്ടുള്ള സുന്നി മഹല്ല് ഫെഡറേഷന്റെ തണലിൽ CH ഐദ്രോസ് മുസ്ലിയാരെ പോലെ, MM ബഷീർ മുസ്ലിയാരെ പോലെ, അഭിയന്തനായ ബാപ്പുട്ടി ഹാജിയെ പോലെ, അതിനൊക്കെ ശേഷം അതിന്റെ നെടുനായകത്വം വഹിച്ച മഹാനായ സൈനുൽ ഉലമ ചെർശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവ്വറല്ലാഹു മറാഖിദഹും, ഇവരെയൊക്കെ പോലെ നമുക്ക് മുന്നേ നടന്ന മഹാമനീഷിമാരുടെ ജീവിതത്തിന്റെ സംശുദ്ധിയുടെ വഴിയടയാളങ്ങൾ തിരിച്ചറിഞ്ഞു പോകുന്ന ഒരു സംഘമാണ് ദാറുൽ ഹുദയുടെ മക്കൾ. അവരിന്ന് ബീഹാറിൽ, ആസാമിൽ, അങ്ങനെ എല്ലായിടങ്ങളിലും, ബീഹാറിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച പോയിരുന്നു. എൻ്റെ കണ്ണു നിറഞ്ഞു കണ്ട ഒരു കാഴ്ചയുണ്ട്. ആ ഗ്രാമങ്ങളിൽ ഏതോ പാടങ്ങളിൽ കഴിഞ്ഞു പോകേണ്ടിയിരുന്ന ജീവിതങ്ങളെ കൊണ്ടുവന്ന് പഠിപ്പിച്ചെടുത്തിട്ട് അവർ 8 വർഷവും 9 വർഷമൊക്കെ ആകുമ്പോൾ ഞാൻ അവരുടെ മുമ്പിൽ നിന്ന് ചോദിച്ചു, ഡു നോ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി? ആ കുട്ടികൾ തലകുലുക്കിയിട്ട് പറഞ്ഞു, വി നോ. യു നോ, ഡു നോ സയ്യിദ് PMS പുക്കോയത്തങ്ങൾ? ആ കുഞ്ഞു മക്കളുടെ കണ്ണ് കലങ്ങിയ പോലെ അവർ പറഞ്ഞു, വി നോ. ഡു നോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ? അവർ പറഞ്ഞു, വി നോ. അങ്ങനെ പറയിപ്പിക്കാൻ, അങ്ങനെ ഒരു വിദ്യാഭ്യാസത്തിന്റെ പുതിയ ജാഗരണത്തിന്റെ കാലം തുറക്കാൻ ബീഹാറിൽ കിഷൻഗഞ്ചിൽ കുർത്തുബ എന്ന പേരിൽ സംവിധാനം ഒരുങ്ങുമ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഈ വലിയ വിദ്യാഭ്യാസ സംവിധാനം ഇത് ഈ നാടിന് നേര് പറയാനുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിജയിപ്പിക്കട്ടെ.